എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഊട്ടി യാത്രയിൽ നമ്മളിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ ഉദുമൽപേട്ടയിലാണ്. അപ്പോൾ പുത്തേ ട്രാവലോവിൻ്റെ ചിന്നാർ, മറയൂർ, മൂന്നാർ, പൂപ്പാറ, ശാന്തമ്പാറ വഴി നാട്ടിലേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആനമലൈ ടൈഗർ റിസർവ് തിരുപ്പൂർ ഡിവിഷൻ. അപ്പോൾ നമ്മളിനി ആനമല ടൈഗർ റിസർവിലേക്ക് കയറാൻ പോവാം. ലെഫ്റ്റിലേക്ക് പോയാൽ അമരാവതി ഡാമിലേക്ക് പോകാം. നമുക്ക് നേരെ ചിന്നാർ. ഈ അമരാവതി നദിയിലാണ് അമരാവതി ഡാം നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ചിന്നാറും പാമ്പാറും കൂടി ഒഴുകി അമരാവതി നദിയിലേക്കാണ് എത്തുന്നത്. ഇതേ നോക്കിയിരുന്നോട്ടെ, ഇനിയിപ്പോൾ മൃഗങ്ങളെയൊക്കെ കാണാൻ സാധിക്കും ചിലപ്പം. ഇനി ഇത്രയും സമയമായതുകൊണ്ട് അറിയത്തില്ല, വെളുപ്പിനെയോ രാത്രിയിലൊക്കെയാണ് നമുക്ക് കാണാം. രാത്രി വന്ന ആനേനെ കാണാന്ന് പറയാം. വെൽക്കംസ് യു ആനമലൈ ടൈഗർ റിസർവ്. സ്പീഡ് ലിമിറ്റ് 30 കിലോമീറ്റർ. അതെ, ഇവിടെ ചാർജ് ഉണ്ട് കേട്ടോ. 2 വീലറിന് 20 രൂപ, ലൈറ്റ് വെഹിക്കിളിന് 50 രൂപ, ബസ് ലോറി 100 രൂപ. ഈ വഴി ഭയങ്കര വീതി കുറവാണ്, ചെറിയ വഴിയാണ്. സൈഡിലോട്ട് ഇറക്കാനും പാടാണ്, നോക്കിയാൽ ഭയങ്കര കട്ടിങ്ങാണ്. ഇവിടെ രാത്രിയിൽ വരികയായിരുന്നെങ്കിൽ ആനയൊക്കെ കാണാമായിരുന്നു. ചിലപ്പോൾ ഇപ്പോഴും കാണാൻ കേട്ടോ, പറയാൻ പറ്റില്ല. കുറച്ച് വണ്ടികൾ വരുന്നുണ്ട്, കയറ്റി വിട്ടേക്കാം. ഈ ആനമല ടൈഗർ റിസർവിൻ്റെ പഴയ പേര് ഇന്ദിരാഗാന്ധി വന്യജീവി സങ്കേതം എന്നായിരുന്നു. 2007 ഇത് ആനമലൈ ടൈഗർ റിസർവ് എന്നാക്കി മാറ്റിയത്. വെള്ളിമുൾച്ചെടി ഉണ്ട്, എന്നെ പൊക്കം വന്ന് നോക്കിയത്. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ, തിരുപ്പൂർ ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന വനമേഖലയാണ് ഈ ആനമലൈ ടൈഗർ റിസർവ്. ഇവിടെ മഴ വളരെ കുറവാണ് ഇവിടെ. അതുപോലെ ഈ മരങ്ങൾക്കൊക്കെ വളരെ പൊക്കവും കുറവാണ്. 1479 ചതുരശ്ര ഒരു മൈല് നടക്കുന്നു. പീലി ഒന്ന് വിടർത്തുമായിരുന്നെങ്കിൽ നല്ല പോലെ ഒന്ന് കാണായിരുന്നു. ഇത് ഈ മൺപൊറ്റേന്റെ മുകളിലിരിക്കുന്നു ഉടുമ്പ് കുഞ്ഞത്. പക്ഷെ ഈ വനത്തിലോട്ട് നോക്കിയൊക്കെ എത്ര പ്ലാസ്റ്റിക് കുപ്പി അവിടെ കിടക്കുന്നുണ്ടോ. അതെ അതെ, ഇവിടെ പ്ലാസ്റ്റിക് സോൺ, ഫ്രീ സോൺ അല്ലല്ലോ. അല്ല, എല്ലാ വനത്തിലും അങ്ങനെ അങ്ങനെയാണ്. അവിടെ നോക്കിയിട്ട് ഫോറസ്റ്റുകാർ നോക്കിയിട്ട് ചെക്ക് പോസ്റ്റില് ഇതുണ്ട്. എന്നാ അവിടെ ഇത് വെച്ചിട്ടുണ്ട്, വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ട്. നമുക്ക് പോവാം. പീലിയൊന്നും വിടർത്തുന്നില്ല. ഇഷ്ടംപോലെ പൂമ്പാറ്റയുണ്ട് കേട്ടോ. ഈ വഴിയുടെ സൈഡ് വരെ ഒന്ന് കുറച്ചുകൂടെ വീതിക്ക് കോൺക്രീറ്റ് ചെയ്യുകയോ ടാർ ചെയ്യുകയോ ചെയ്തിരുന്നെങ്കിൽ. ഇതൊരു മെയിൻ വഴിയല്ലേ? മെയിൻ വഴിയാ, സൈഡൊക്കെ കൊടുക്കാൻ എളുപ്പമുണ്ടായിരുന്നു. മൂന്നാർ ഉടുമൽപേട്ട റോഡാ. ഇതിപ്പോ ഇവിടെ മഴ പെയ്തോണ്ടാ ഇത്രയെങ്കിലും പച്ചപ്പ്, അല്ലെങ്കിൽ ഉണങ്ങി വരണ്ട് കിടക്കും, മരുഭൂമി പോലെ കിടക്കും. 1479 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട് ഈ വനത്തിന്. ഇവിടെ ആനയും കാട്ടുപോത്തും കടുവയും മാനും എല്ലാ ജീവികളും ഉണ്ട് ഇവിടെ. ഇവിടെ പുലിയുള്ള ഏരിയ കേട്ടോ. അത് നോക്കിയേ, നദിയൊക്കെ വറ്റി വരണ്ട് കിടക്കുന്നു. അമരാവതി നദി ഇത്. അവിടെ ഡാം കെട്ടിയേക്കുന്നോണ്ടായിരിക്കും ഇങ്ങോട്ട് വെള്ളം വരുന്നില്ലാത്ത. എന്തോരം പൂമ്പാറ്റയാന്ന് കണ്ടോ. ഇത് കണ്ടോ? അല്ല, വേറെ ഒരിടത്ത് പോയിട്ട് കണ്ടിട്ടില്ല ഇങ്ങനെ പൂമ്പാറ്റ പറക്കുന്നത്. മേഘാലയ കണ്ടിട്ടുണ്ട്. മേഘാലയ കണ്ടിട്ടുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. KSRTC വരുന്നു. ഇതേ പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര. അത് സ്ത്രീകളാണല്ലോ കൂടുതലും. വഴിയിൽ മൊത്തം പൂമ്പാറ്റയാണല്ലോ. അത് പല പല കളറുകളുണ്ട്. ഞാൻ അതുകൊണ്ട് സൂക്ഷിച്ച് പതുക്കെ പോകുന്നത്. തട്ടി കഴിഞ്ഞാൽ പിന്നെ ഇതോടെ ചത്തു. അതെ അതെ. അമരാവതി ഡാമിന്റെ അവിടെ ഒരു മുതല വളർത്തൽ കേന്ദ്രമുണ്ട്. ഇഷ്ടംപോലെ മുതലകളുണ്ട് അവിടെ, കുഞ്ഞുങ്ങളും വലുതും ഒക്കെ. ഇത് ഈ മുള്ളുചെടിയല്ലേ ഇത്? അതെ. പിന്നെ ഇവിടെ കത്തിക്കാനൊക്കെ ഉപയോഗിക്കുന്നത് തമിഴ്നാട്ടില് എല്ലായിടത്തും ഉണ്ടല്ലോ. ഈ സൈഡിൽ കൂടെ നിൽക്കുന്ന കൂടുതലും ആ മുള്ളുചെടിയാ. ഈ മുള്ളുചെടി തന്നെയല്ലേ നമ്മള് രാജസ്ഥാനിലൊക്കെ ചെല്ലുമ്പോ ഒട്ടകങ്ങള് തിന്നുന്നതാണോ ഇത്? അതാണോ എന്നറിയത്തില്ല. അതന്നെയാ. ഇത് പുളിയാന്ന്. ഇത് ഈ മുള്ളുചെടി ഏതുണ്ടോ ഇത് നിൽക്കുന്നേ? ഈ റൈറ്റ് സൈഡിലെ മലനിരകളുടെ ഒക്കെ മുകളിലെല്ലാം കോടമഞ്ഞ. അവിടെ നല്ല തണുപ്പുമായിരിക്കും. നമ്മുടെ ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് ഈ ആനമല മലനിരകളിൽ നിന്നാണ്. ഭാരതപ്പുഴയ്ക്ക് നിള എന്നൊരു പേരും കൂടി ഉണ്ട്. തമിഴ്നാട് തീരാറായി. നമ്മളിപ്പോൾ ചിന്നാറിലേക്ക് കയറും. അപ്പോൾ അതെ, തമിഴ്നാട് കഴിഞ്ഞു കേരളത്തിലേക്ക് കയറാൻ പോകണം. ആനമലൈ ടൈഗർ റിസർവ് ഇവിടം കൊണ്ട് തീരുകയാണ്.
ഈ പാലം കഴിഞ്ഞായിരിക്കും നമ്മൾ കേരളത്തിലേക്ക് കയറുന്നത്. പാലം കഴിഞ്ഞ് കേരള. ഇത് ഇവിടെ ചെറിയൊരു നദിയുണ്ട്. ചിന്നാർ. ആ, മൂന്നാർ 59 കിലോമീറ്റർ. ഇത് ചിന്നാർ. വെൽക്കം ടു കേരള. മറയൂർ പോലീസ് സ്റ്റേഷൻ ലിമിറ്റ്. വെൽക്കം ടു ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറി, വൈൽഡ് ലൈഫ് ഡിവിഷൻ മൂന്നാർ. പോട്ടെ. അപ്പോൾ അവിടെ നമ്മുടെ വണ്ടി നമ്പറൊക്കെ വെച്ച് എൻട്രി ചെയ്തിട്ട് വേണം പോകാൻ. വണ്ടി നമ്പറും ഫോൺ നമ്പറും ഒക്കെ കൊടുക്കണം. നമ്മളെ 11 കിലോമീറ്റർ ഇനി ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലൂടെയാണ് ട്രാവൽ ചെയ്യാൻ പോകുന്നത്. അപ്പം വേസ്റ്റ് ഒന്നും ഇടാൻ പാടില്ല, വന്യജീവികളെ ശല്യം ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ആനമല ടൈഗർ റിസർവിൽ നിന്ന് നമ്മൾ ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലേക്ക് കയറി. ഇവിടെ പിന്നെ വഴിക്ക് ഇച്ചിരിയുടെ വീതിയുണ്ട് കേട്ടോ. മേഘാലയയിലൊക്കെ ആകാശം പോലാണല്ലോ, മേഘാലയത്തിലെ പോലെ നല്ല മേഘങ്ങളും. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ബാഗ്സ് ആർ എ ടിക്കിംഗ് ടൈം ബോംബ് ഫോർ ദി എൻവയോൺമെന്റ്. ഒറ്റത്തവണ ഉപയോഗിച്ച് കളയുന്ന പ്ലാസ്റ്റിക് ബാഗുകൾ ടൈം ബോംബ് പോലെയാണ് ഭൂമിക്ക്, പ്രകൃതിക്ക്. ആമയുണ്ടോ അത്? ഇവിടെ എല്ലാം ഉണ്ട്. ഇവിടെയൊക്കെ എന്നാലും ഇപ്പൊ നമ്മൾ വന്ന ആനമലയെ പോലെ തന്നെയല്ലേ? അതുപോലെ തന്നെയാ ഈ ഏരിയ എല്ലാം അങ്ങനെ. ഈ മഴനിഴൽ പ്രദേശങ്ങളിൽ കൂടുതലും ഉണങ്ങിയ ഇലപൊഴിയും സസ്യങ്ങളും പിന്നെ മുൾക്കാടുകളും ചോലവനങ്ങളും പുൽമേടുകളും ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇടുക്കി ജില്ലയിലേക്ക് കയറി. ഇതെല്ലാം ഇടുക്കി ജില്ലയുടെ ഭാഗങ്ങളാണ്. ഓ, ഇതെങ്ങനെ സൈഡ് കൊടുക്കും? ഈ നക്ഷത്ര ആമകൾക്ക് വേണ്ടിയിട്ടുള്ള ഇന്ത്യയിലെ ആകെ ഒരു പുനരധിവാസ കേന്ദ്രമേ ഉള്ളൂ. അതിവിടെയാണ്, ചിന്നാറിൽ. റീഹാബിലിറ്റേഷൻ സെന്റർ. അതായിരിക്കും അവിടെ ആമയുടെ പടം വെച്ചേക്കുന്നത്. സ്റ്റാർ ടോർട്ടോയ്സ്. പക്ഷെ ആമകൾ കൂടുതലും ഈ ചതുപ്പ് പോലുള്ള സ്ഥലങ്ങളിലല്ലേ ഉള്ള. ഇവിടെ പക്ഷെ പിന്നെ മഴയും കുറവാ, വെള്ളവും കുറവല്ലേ. ഒരു വരണ്ട കാലാവസ്ഥയാണ് ഇവിടെ. മേഘങ്ങൾ ഉണ്ടോ? മേഘവും മഞ്ഞുണ്ട്, കോടയുണ്ട്. ഇത് വനത്തിൽ കൂടെ നമ്മൾ 11 കിലോമീറ്ററേ പോകുന്നുള്ളൂ. 11 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് നമ്മള് വനത്തിൽ നിന്ന് ഇറങ്ങും. This is the protected forest segment of the Chinnar Wildlife Sanctuary. പാർക്കിംഗ് വെഹിക്കിൾ അങ്ങോട്ടുള്ള ഏരിയ. ഗവൺമെന്റ് ട്രൈബൽ LP സ്കൂൾ ചമ്പക്കാട്. ഇവിടെ കൂടുതലും പാറക്കെട്ടുകളല്ലേ? പാറക്കെട്ടുകളും അതുകൊണ്ടല്ല തന്നെ അല്ലേ ഒരു വരണ്ട് മണ്ണ് കുറവാ, മണ്ണ് ആഴം കുറവാ. മലകളല്ലേ ഇതുണ്ടല്ലേ. അപ്പം നമ്മള് മലകളും വലിയ പാറക്കെട്ടുകളാ. ഇവിടെ കാട്ടുപോത്തും ഉണ്ട്. അതെ, പടം വെച്ചിട്ടുണ്ട്, ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ മലനിരകളെക്കാട്ടിലും ഈ മലനിരകൾക്ക് ഇച്ചിരിയുടെ വ്യത്യാസം ഉണ്ടല്ലോ, ഇച്ചിരിയുടെ പച്ചപ്പായി. ചിന്നാർ നദി ഒഴുകുന്നത് ഈ വൈൽഡ് ലൈഫ് സാഞ്ചുറിക്കുള്ളിൽ കൂടെ. അതുകൊണ്ടാണ് ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറി എന്ന പേര് വന്നത്. 11 കിലോമീറ്ററേ കാര്യമുള്ളൂ. പക്ഷെ ഇതും കൊണ്ട് ഓടി എത്തണം ഇച്ചിരി പാടല്ലേ. ഇച്ചിരി സമയം എടുക്കും, വഴിയും ചെറുതല്ലേ. ഒരാനെ പോലും കണ്ടില്ലല്ലോ. പെട്ടെന്ന് ഓടി എത്തുന്ന ഒരാളുണ്ട്. വേണോ? ഹിൽ ഡ്രൈവറെ വിളിക്കണോ? റെസ്റ്റില്ല. അതെ, നല്ല ഉറക്കം. നോക്കിയേ, എന്നാ പറ്റി ഇവിടെ? ആ വണ്ടി എന്തോ ബ്രേക്ക് ഡൗൺ ആയതാന്ന് തോന്നുന്നു. ട്രാവലർ, അതിന് വന്ന ആൾക്കാരോ ഇതെല്ലാം. ഈ വനത്തിലൊക്കെ വെച്ച് ഇതുപോലെ പണി കിട്ടിയാൽ അല്ലേ? നോക്കിയേ, ഇവിടെ രാത്രിക്കാണ് ആനകൾ ഇഷ്ടം പോലെ കാണും, മൃഗങ്ങൾ കാണും രാത്രിയിൽ. ഇതിലെപ്പോ വന്നാലും ആനയെ കാണുന്ന കേട്ടോ. പക്ഷെ ഇന്ന് നമ്മൾ ആരെയും കണ്ടില്ല. ഇന്നാളും നമ്മൾ ആനയെ കണ്ടായിരുന്നു. ഇന്നാളും കണ്ടാ? ഇതാണോ ചിന്നാർ നദിയാണോ താഴെക്കൂടെ ഒഴുകുന്നത്? ആയിരിക്കും. ചിന്നാറും പാമ്പാറും ഒക്കെ ഇതുവഴിയാ ഒഴുകുന്നത്. നമ്മളിനിയിപ്പോ അല്ലെങ്കിലും അവിടുന്ന് മുകളിലേക്ക് കയറി വരണ്ടേ? മൂന്നാറൊക്കെ ഹൈറ്റിലുള്ള സ്ഥലമല്ലേ. ഇപ്പൊ ചെറിയ കയറ്റം കയറി കഴിഞ്ഞാൽ പൊക്കത്തിലേക്ക് കയറി പൊക്കോണ്ടിരിക്കുകയാണ്. മുതുമൽപേട്ടയൊക്കെ 1000 അടി ഉയരേ ഉള്ളൂ. അല്ല, അതുമായിട്ട് ഒത്തിരി വ്യത്യാസമൊന്നുമില്ല. ഈ ഇവിടെ നമ്മുടെ മറയൂരും ചൂടല്ലേ? അതെ. വെൽക്കം ടു എക്കോ ഷോപ്പ് ആലമ്പട്ടി. ഓർക്കിഡ് നിൽക്കുന്നുണ്ട് ഈ മരത്തില്. ഇങ്ങോട്ട് വന്നപ്പോ കണ്ടോ വനത്തിന് നല്ല പച്ചപ്പായി. അതെ, കാലാവസ്ഥ വ്യത്യാസമുണ്ട്. താഴെ ഭയങ്കര ചൂടും അതിൽ കൂടുതൽ മഴയും ഉണ്ടാവും. അപ്പുറം ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ടായിരുന്നേ. ഈ വനത്തിനകത്തൊക്കെ ട്രൈബൽസ് ഒക്കെ താമസിക്കുന്നുണ്ട്. അവിടെ വെയിറ്റിംഗ് ഷെഡ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതിലെ ബസ് സർവീസ് ഉണ്ടല്ലോ. മൂന്നാർ ഉടുമൽപേട്ട ബസ്സുകളുണ്ട്. അങ്ങ് താഴെ ഒരു വെള്ളച്ചാട്ടം കാണുന്നുണ്ട് ചെറുതായിട്ട്. തൂവാനം വെള്ളച്ചാട്ടമായിരിക്കും. നല്ലൊരു വെള്ളച്ചാട്ടം കേട്ടോ. വെള്ളം ഉള്ളപ്പോൾ നല്ല അടിപൊളിയാ. തൂമാനം വെള്ളച്ചാട്ടം, മറയൂർ ഗ്രാമപഞ്ചായത്ത്. അപ്പൊ അത് തന്നെ കേട്ടോ, തൂമാനം. ഞാൻ ഓർത്ത് തൂവാനോ എന്നാണ്. ഇംഗ്ലീഷിൽ തൂവാനോ എന്നാ അതിൽ എഴുതിയേക്കുന്നത്. മലയാളത്തിൽ തൂമാനോ എന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ ഏതായിരിക്കും ശരി?
തൂവാനോന്നാ ഞാൻ കേട്ടിട്ടുള്ളത്. ഞാനും അങ്ങനെ കേട്ടിട്ടുള്ളേ. അവിടെ ആ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് നമുക്ക് ഇറങ്ങി ചെല്ലാവുന്നതാന്ന് തോന്നുന്നു കേട്ടോ. അതിൽ മഴ കാണും. ആ കല്ലിന്റെ ആ പാറയുടെ മുകളിലാണ് മരം നിൽക്കുന്നത്. പാറ മൊത്തം വേര് കൊണ്ട് പൊതിഞ്ഞു. ഇപ്പോഴേ നമ്മള് ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ നിന്ന് ഇറങ്ങിയെന്ന് തോന്നുന്നു. ഇവിടെ ഹോട്ടലുകളൊക്കെ ഉണ്ട് ഇറങ്ങി. അതല്ല താഴെയൊക്കെ വീടുകളൊക്കെ ഉണ്ട്. പക്ഷെ ഈ റൈറ്റ് സൈഡ് വനമാണ്. ലെഫ്റ്റ് സൈഡും വനം തന്നെ. അവിടെ കുറച്ച് ഏരിയ എങ്ങാണ്ടേ ഉള്ളൂ. ഒരു പേരാല് നിൽക്കുന്നുണ്ടോ, അതിന്റെ വേരുണ്ടോ നോക്കി. വേര് ആ പാറ മൊത്തം പൊതിഞ്ഞേക്കാം. അതുകൊണ്ടാക്കിയാൽ ഇടിഞ്ഞു വീഴുമെന്ന് നോക്കണ്ട. ഒരു കാരണവശാലും ആ വേര് എന്തോരം സ്ഥലത്തേക്കാ പോയേക്കുന്നത്. കരിമുട്ടി ഫോറസ്റ്റ് സ്റ്റേഷൻ, കേരള വനം വന്യജീവി വകുപ്പ്, മൂന്നാർ വന്യജീവി വിഭാഗം, ചിന്നാർ വന്യജീവി സങ്കേതം. ഇവിടെ ചെറിയ വെള്ളച്ചാട്ടം. ഇനി അങ്ങോട്ട് മുഴുവൻ റിസോർട്ടുകളാണ്. മറയൂര് അല്ലെങ്കിലും വലിയ തണുപ്പില്ല, ചൂടാ. പിന്നെ മറയൂർ ശർക്കരയും മറയൂർ ചന്ദനക്കാടുകളും എല്ലാം ഫേമസ് ആണ്. അതെ, പിന്നെ മുനിയറ, ഇതൊക്കെ കാഴ്ചകള്. മുനിയറ നമ്മള് മറയൂരിന്ന് കാന്തല്ലൂർ പോകുന്ന റൂട്ട്. മറയൂർ ഓൾറെഡി ഇന്നാളെ നമ്മളൊന്ന് വന്ന് കറങ്ങിയതല്ലേ. അതെ, മറയൂരും കാന്തല്ലൂരും ഒക്കെ വന്നാ. കാന്തല്ലൂര് പോണേ ഇപ്പൊ ഉണ്ടോന്ന് അറിയത്തില്ല. ആപ്പിൾ തോട്ടമൊക്കെ ഉണ്ട് അവിടെ. ഈ സമയത്ത് കാണോ? സ്ട്രോബെറി ഒക്കെ ഉണ്ട്. ഇപ്പൊ ആണോന്ന് അറിയില്ല. ഇപ്പൊ എല്ലാവർക്കും സെപ്റ്റംബർ ഒക്കെ ആവുമായിരിക്കും. പിന്നെ നമ്മള് മല കയറണോ? ഇനി മൂന്നാറിലേക്ക് പോകുന്നിടത്ത് കുറച്ച് കയറ്റം കൂടെ ഉണ്ടല്ലോ. എനിക്ക് മൂന്നാറിന്ന് പൂപ്പാറ റൂട്ടാ ഏറ്റവും ഇഷ്ടം. ആ, നല്ല രസമുണ്ട്. നല്ല അടിപൊളി ഒരു റൂട്ടാ. ഇവിടെ സിപ്പ് ലൈൻ ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ എല്ലായിടത്തും സിപ്പ് ലൈൻ ഉണ്ട്. അപ്പോൾ നമ്മൾ മറയൂരെത്തി. എന്തോരം ചക്കയിരിക്കുന്നുണ്ടോ. ആ, നേരെ ലെഫ്റ്റ് പോകുന്ന കാന്തല്ലൂര്, കോവിൽക്കടവ്, കാന്തല്ലൂരൊക്കെ ലെഫ്റ്റിലേക്ക്. ഇവിടുന്ന് നേരെ നമ്മള് നേരെ പോകുന്നതല്ലേ ഉള്ളൂ. ഇവിടെ അധികം കറങ്ങാനൊന്നും നിൽക്കുന്നില്ല. ജീപ്പ് സവാരി ഒക്കെ ഉണ്ട് ഇവിടെയും. പക്ഷെ മറയൂരും പറയുകയാണെങ്കിൽ മഴ കുറവാന്ന് എനിക്ക് തോന്നുന്നു. അങ്ങോട്ടാ മഞ്ഞും മഴയൊക്കെ കാണിക്കുന്നതല്ല കാണുന്നത്. അങ്ങോട്ടോ മഞ്ഞൊക്കെ അങ്ങ് അകലെയല്ലേ. ഇവിടെ നല്ല വെയിലുമല്ലേ. അപ്പൊ ഇതാണ് മറയൂർ ടൗണ്. പണ്ട് എരുമേലി ഇപ്പോഴും ഉണ്ടോന്ന് അറിയത്തില്ല ബസ് സർവീസ്. മറയൂർ കാന്തല്ലൂർ എരുമേലി ഒരു ബസ് ഉണ്ടായിരുന്നു. സെന്റ് ജോൺസ് ചർച്ച് മറയൂര്. ഇടുക്കിയിലേക്ക് കയറിയപ്പോൾ കണ്ടോ ജീപ്പുകൾ എന്തേരെയാന്ന് നോക്കിയേ. ജീപ്പല്ല, ഈ ഇപ്പം ടൂറിസ്റ്റുകളെയും കൊണ്ട് ഈ പിന്നെ ഓരോ ഓഫ് റോഡൊക്കെ പോകുന്നതാണ് കൂടുതലും. ജീപ്പിനൊന്നും പഴയ പോലെ ഓട്ടോ ഒന്നും ഇല്ല. അപ്പ ഓട്ടോറിക്ഷ ഇറങ്ങിയ പിന്നെ അതെ. ഇത് ഇവിടുത്തെ ബസ് സ്റ്റാൻഡാ, മറയൂർ ബസ് സ്റ്റാൻഡ്. തമിഴ്നാട് വണ്ടിയാ. ചെറിയ ബസ് സ്റ്റാൻഡ് അല്ലേ. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതെല്ലാം മറയൂർ ചന്ദനക്കാടുകളാണ്. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മറയൂർ സാണ്ടൽ ഡിവിഷൻ. നമ്മളിപ്പോ നോക്കിയാൽ ലോകത്ത് എല്ലായിടത്തും ചന്ദനക്കാടുകളുണ്ടല്ലോ. അവയൊക്കെ കൂടുതലും വെച്ചുപിടിപ്പിച്ചായിരിക്കും. പക്ഷെ മറയൂരെ ചന്ദനക്കാടുകളൊക്കെ ഇവിടെ തന്നെ വളർന്നു വന്ന ചന്ദനമരങ്ങളൊക്കെ. വലത്തോട്ട് തിരിഞ്ഞ കാട്, ഇടത്തോട്ട് തിരിഞ്ഞ നാട്. ഈ ചന്ദനമരങ്ങൾക്ക് വലിയ വണ്ണം വെക്കത്തില്ല. എനിക്ക് ചെറുതാ. ചന്ദനമരത്തിന് ആ വണ്ണം വെക്കാൻ തന്നെ വർഷങ്ങൾ. അതെ, എത്ര വർഷം എടുക്കുമെന്നറിയോ? ഈ ചന്ദനമരം മറ്റു വളവും വെള്ളവും വലിച്ചെടുക്കുന്നാണല്ലോ കേൾക്കുന്നത്. ആ അതെ, അങ്ങനെ പറയുന്നേ. ഇവിടെ ഇഷ്ടംപോലെ മാനുകളൊക്കെ ഉണ്ട്. മാനുകൾ മാത്രമൊന്നുമല്ല, ഇഷ്ടംപോലെ മൃഗങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. മറയൂർ ചന്ദനമരങ്ങളെ ലോക വിപണിയിൽ തന്നെ വളരെ ഫേമസ്. അത്ര ഗുണമേന്മയുള്ളതാ. കോടാനുകോടികളുടെ മുതലാണ്. കോടാനുകോടികളുടെ മുതലാണ് ഈ നിൽക്കുന്നതൊക്കെ. പക്ഷേ ഇതിനൊക്കെ VIP പരിരക്ഷയാ. നമുക്ക് ഒരു രാത്രി വരെ നമ്മൾ അന്ന് വന്നപ്പോ പറഞ്ഞില്ലേ ഫോറസ്റ്റ് ഇതിന്റെ അകത്തൂടെ ഓഫീസേഴ്സ് നടപ്പുണ്ടാവും. പിന്നെ എപ്പോഴും കാവലുണ്ട് രാത്രിയിലെല്ലാം. പരമാവധി വേഗത 30 കിലോമീറ്റർ ആട്ടോ. ഇപ്പൊ ഇവിടെ രണ്ട് സൈഡും വനമാണ്. രണ്ട് സൈഡും വേലിയിട്ടേക്കാ. ഇതുണ്ടോ അപ്പുറത്തല്ലായിരുന്നു മറയൂർ ചന്ദന ഫാക്ടറി. ആ, ചന്ദന ഫാക്ടറി ഉണ്ട്. ശർക്കര ഫാക്ടറി ഉണ്ട് മറയൂർ. അല്ല, ശർക്കര ഫാക്ടറി ഇഷ്ടം പോലെ ഉണ്ട്. ചന്ദന ഫാക്ടറി പറഞ്ഞേ ഉള്ളൂ. ശരിക്കും അതിന് പറയുന്നത് കുറുക്കണ്ട സാരി ശർക്കര ഉണ്ടാക്കുന്നതിന്. മറയൂർ ശർക്കര ലോക പ്രശസ്തമാണ്. അതെ, മറയൂർ ചന്ദനം പോലെ തന്നെ. വെള്ളം ഒഴുകുന്നു, ചെറിയ വെള്ളച്ചാട്ടല്ലേ. ഇവിടെ ഒന്നും മഴ അധികം പെയ്തിട്ടില്ലെന്നേ. മഴയൊക്കെ പെയ്ത് വരുന്നേ ഉള്ളൂ. നമ്മുടെ അവിടെ എന്ത് മഴ പെയ്തു കോട്ടയത്തൊക്കെ. ഇങ്ങോട്ടൊന്നും അത്രയും മഴ പെയ്തിട്ടില്ല. ഇടുക്കിയിലേക്ക് ലേറ്റ് ആയിട്ടാ മഴ പെയ്തു. തമിഴ്നാടുമായിട്ട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളല്ലേ ഇതൊക്കെ. തമിഴ്നാട്ടിൽ പൊതുവെ മഴ കുറവാണല്ലോ അല്ലേ. മഴ തുടങ്ങും തോന്നുന്നു. മഴക്കാറുണ്ട് കേട്ടോ. മഴ തുടങ്ങി പെയ്യാൻ തുടങ്ങിയിട്ട് ചെറുതായിട്ട്.
സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഇവിടെ നമ്മുടെ ഇടുക്കി ജില്ലയിൽ. ഇരവികുളം നാഷണൽ പാർക്കൊക്കെ ഈ ആനമുടി ഹിൽസിന്റെ ഭാഗത്താ. വരയാടിനെ കാണാൻ പോണോ? നമ്മളീ പോകുന്ന വഴിക്ക് തന്നെയാ നീൽഗിരി താർ. നോക്കി ആ മലയുടെ മുകളിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നുണ്ടോ. അപ്പൊ നല്ല മഴയാകുമ്പോ നല്ല രസമായിരിക്കും. അതിലെ മൊത്തം ഓരോ വെള്ള അരുവി ഉണ്ടാവും. നമ്മള് ശരിക്കും പറഞ്ഞാൽ ആ മറ്റേ നീൽഗിരി കുന്നുകളിൽ നിന്നെല്ലാം ഇറങ്ങി താഴെ മേട്ടുപ്പാളയം വന്നപ്പം സമതലത്തിലെത്തിയായിരുന്നു, നിരപ്പിലെത്തി. അവിടുന്ന് വീണ്ടും ഇങ്ങോട്ട് വന്ന് ഉടുമൽപേട്ട ആയി കഴിഞ്ഞ് ഈ ചിന്നാറൊക്കെ വന്നപ്പോൾ വീണ്ടും അടുത്ത മലനിരകളിലേക്ക് കയറി. പശ്ചിമഘട്ട മലനിരകളുടെ അടുത്ത ഭാഗത്തേക്ക് കയറി നമ്മള്. ഇവിടെ മൊത്തം കാപ്പിത്തോട്ടങ്ങളാണ്. വനത്തിനകത്താണോ കാപ്പിത്തോട്ടം? ഇവിടെയൊക്കെ പണ്ട് ചിലപ്പം ഏലത്തോട്ടം ആയിരുന്നായിരിക്കും. ഏലം മാറ്റി കുറെ ഏരിയയിലെല്ലാം കാപ്പി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആയിരിക്കും കാപ്പി വന്നത്, അറിയില്ല കേട്ടോ. എന്നാ വലിയ മരങ്ങളാ നിൽക്കുന്നുണ്ടോ? വനം വന്നേ ഓർക്കുള്ളൂ. ആ കണ്ടോ വെള്ളം ഒഴുകി വരുന്നുണ്ടോ? ഇതൊക്കെ വെള്ളം മോളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഇങ്ങനെ ഇതിലേക്ക് കനാൽ പോലെ ആക്കി അങ്ങ് കൊണ്ടുപോകാം കേട്ടോ. വെള്ളം വനമല്ല, ഇത് വലിയ മരങ്ങളല്ല. ഇതൊക്കെ വലിയ വാഗയാണ് നിൽക്കുന്നത്. ഇവിടെ രണ്ട് സൈഡും കാപ്പിത്തോട്ടമാണല്ലോ. ഇത് വലിയ എസ്റ്റേറ്റ് ആയിരിക്കും. ഇനി നമ്മൾ ഈ മലനിരകളിൽ കൂടി എല്ലാം സഞ്ചരിച്ച് താഴെ എത്തണം. എവിടെ ചെല്ലണം? ഈരാറ്റുപേട്ട എത്തണം. അല്ല മുണ്ടക്കെ അല്ല, വാഗമൺ വഴി ഇറങ്ങി പോന്നെങ്കിൽ ഈരാറ്റുപേട്ട. ഇനി ഇവിടുന്ന് അങ്ങോട്ട് തേയിലത്തോട്ടങ്ങളാണ്. താഴെ ചെറിയൊരു ചെക്ക് ഡാമൊക്കെ. പാമ്പാർ നദിയായി ഒഴുകുന്നേ. ഇനി അങ്ങോട്ട് നല്ല അടിപൊളി തേയിലത്തോട്ടങ്ങളായിരിക്കും. ഇവിടെ ഒന്നും കാട്ടുപോത്തും നദിയും കാണുകയല്ലോ. ഇവിടെ കുറവായിരിക്കും. അവിടെ കാണുന്ന പോലെ കാണാനും പറ്റിയല്ല. ഈ സൈഡിലേക്ക് നോക്കിയേ, എന്നാ വലിയ മലകളാണ്. ഫുള്ള് പാറയാണ്. ഇതുണ്ടോ അങ്ങ് ആ മലയുടെ മുകളിൽ നിന്നൊരു വെള്ളച്ചാട്ടം. ഇന്നലെ അല്ലേ ഞങ്ങൾ ഊട്ടിക്ക് പോയിച്ചു വരുന്നത്. 3-4 ദിവസമായി. അതിലെ ഇങ്ങനെ അങ്ങ് പോകുന്നു. നെടുങ്കണ്ടം പോയി അങ്ങനെ വാഗമൺ വഴി ഞാൻ പറഞ്ഞു. തേയിലത്തോട്ടത്തിൽ നിന്ന് കൊളുന്തെടുത്ത് ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകുന്ന ഇതെല്ലാം എസ്റ്റേറ്റിലെ തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളാണ്. മഴ വന്നത് പെയ്യാതെ പോയി. മുന്നോട്ട് ചെല്ലുമ്പോൾ ചിലപ്പം മഴ കാണും. മൂന്നാർ സൈഡിലേക്കൊക്കെ ചെല്ലുമ്പോൾ ഇവിടെയൊക്കെ ഈടെ കൊളുന്തെടുത്താന്ന് തോന്നുന്നു. ആ ലൈറ്റ് പച്ചക്കളർ അല്ലല്ലോ. എന്നാലും എന്നാ പച്ചപ്പാന്ന് നോക്കി, നല്ല രസമല്ലേ. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തണുപ്പുള്ള സ്ഥലമായി മൂന്നാർ. ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ -1 വരെ അങ്ങോട്ട് ടെമ്പറേച്ചർ വന്നായിരുന്നു. നല്ല തണുപ്പുള്ള സമയത്ത് അങ്ങനെ വരാറുണ്ട്. ഡിസംബർ ജനുവരി ചൂടൊക്കെ അങ്ങ് പോയി തണുപ്പായി. ഈ ചെടിക്ക് എന്നാ മഞ്ഞ കളർ വന്നേക്ക് ഇതിന്റെ ഇലക്ക്. ഇവിടെ കൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ, കുരുമുളക് കൊടി. പഴയ ട്രാക്ടർ കണ്ടോ, KLIയ 1941 ഗുണ്ടുമലൈ. ഇവിടെ കണ്ടായോ ഓരോരുത്തരും എടുത്തോണ്ട് വന്ന കൊളുന്ത് അവിടെ തൂക്കി വണ്ടിയെ കയറ്റാ. ഇവിടെയും കണ്ടോ നമ്മുടെ ഈ റോഡിന്റെ സൈഡിൽ മൊത്തം ഈ ചെറിയ കടകളെല്ലാവേ പ്ലാസ്റ്റിക്കും ഷീറ്റും ഒക്കെ അടിച്ച് സ്ഥലത്തിന്റെ ഭംഗി കളയാ. നല്ല കേരള സ്റ്റൈലില് ഓടിട്ട ഓരോ ബിൽഡിങ്ങുകളാണെങ്കിൽ അല്ലേ. അതെ, അത് ഗവൺമെന്റ് ചെയ്തു കൊടുക്കണം. ഗവൺമെന്റ് ചെയ്തു കൊടുക്കണം. ഇരവികുളം ദേശീയോദ്യാനം 18 കിലോമീറ്റർ. ലക്കം വാട്ടർഫാൾസ്. ഇവിടെ വെള്ളം ഇല്ലേ? ഇരവികുളം നാഷണൽ പാർക്ക്. വെള്ളം വളരെ കുറവാണ്. നമ്മൾ ഇന്നാള് വന്നപ്പോൾ എന്നാ വെള്ളമായിരുന്നു അല്ലേ. മഴ പെയ്തില്ല, മഴ തുടങ്ങിയില്ല. ഇവിടെ എല്ലാ എസ്റ്റേറ്റുകളിലെല്ലാം പഴയ ട്രാക്ടറുകളാണ് ഇപ്പോഴും ഈ കൊളുന്നു കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് പുതിയതാ, പഴയതല്ല കേട്ടോ. കളർഫുൾ ഒരു ദേവീക്ഷേത്രം. ഇതാണ് ലക്കം. ഈ സ്ഥലത്തിന്റെ പേരിലാണ് വാട്ടർഫോൾസ് അറിയപ്പെടുന്നത്. അതെ, അതാ അടുത്ത ലക്കം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ ശരിയാ, എന്ന് പറഞ്ഞാല് ബാക്കി അടുത്ത ലക്കത്തില്. അതെ, കണ്ടോ ഇത് ഈ ബിൽഡിംഗ് ഒക്കെ എത്ര പഴയ ബിൽഡിംഗ് ആണ്. വാഗൗരൈ ഫാക്ടറി. ഇവിടെ ഈ എസ്റ്റേറ്റുകൾ മാത്രമല്ലേ ഉള്ളൂ. എസ്റ്റേറ്റിലെ പണിക്കാരുമാണ് കൂടുതലും ഉള്ളത്. ഇത് നല്ല അടിപൊളി ഒരു റൂട്ടാണ്. കുറച്ച് മഴയും കൂടെ പെയ്ത് കഴിഞ്ഞിട്ടാണ് ഇച്ചിരി അടിപൊളിയാവും. കുറച്ചുകൂടെ മഴ പെയ്യുമ്പോൾ മുകളിൽ നിന്ന് ആ പാറക്കെട്ട് നല്ല ഇഷ്ടം പോലെ വെള്ളം ഒഴുകുന്നതാണ്. അപ്പൊ തന്നെ ചെറിയതായിട്ട് വെള്ളം ഒഴുകുന്നുണ്ട്. ഈ ട്രാക്ടർ ഉണ്ടോ, ഒത്തിരി പഴയ ട്രാക്ടറാണ്. KLI 1940 വിന്റേജ് വണ്ടിയല്ലേ? വിന്റേജാ. വാഗവരൈ ബംഗ്ലാവ് എസ്റ്റേറ്റ് ബംഗ്ലാവാ. ഇവിടുന്ന് മൊത്തം എസ്റ്റേറ്റ്. ഈ മൂന്നാർ ഏരിയ മൊത്തം ഇതുപോലെ ടീ എസ്റ്റേറ്റുകളാണ് കൂടുതലും. ബംഗ്ലാവ് എന്ന് പറയുമ്പോഴേ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത ബംഗ്ലാവ് ഒക്കെ ആയിരിക്കും. അത് നമ്മളിവിടെ ഊട്ടിയിലും മൂന്നാറിലും എല്ലാം എല്ലാ ഹിൽ സ്റ്റേഷനിലും ഉണ്ട്. അതെ, എല്ലാരും അല്ല തേയിലേക്ക് അവരാണല്ലോ കൊണ്ടുവന്നേ. അതെ, നമ്മളിപ്പോ ഇവിടെ അല്ല, നമ്മള് ഹിമാചലിൽ ചെന്നപ്പോ ഡൽഹൌസി, സിക്കിമില് ഷിംല എല്ലാം
എന്തോ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. പോയിട്ട് വന്നു. ഞങ്ങൾ ഊട്ടിക്ക് പോയിച്ചായിരുന്നു. ഊട്ടിയില്? ആ നിങ്ങൾ എവിടെ? വട്ടവട അല്ല വീട്ടിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് ആ വട്ടവട വഴി തിരിച്ച് ഹൈദരാബാദ്. ശരി. നിങ്ങൾ എത്ര പ്രാവശ്യം വിളിക്കാൻ നോക്കിയിട്ടുണ്ടെന്നറിയോ? നിങ്ങൾ ഹൈദരാബാദ് വരുമ്പോ അത് ഒരു ദിവസം നിങ്ങൾ ലേറ്റ് അല്ലേ? ലേറ്റ്. അതെ അതെ. ഹൈദരാബാദാണ് താമസിക്കുന്നത്. ഹൈദരാബാദാണ് താമസിക്കുന്നത്. ഞങ്ങൾ ഹൈദരാബാദാ. ആ നിങ്ങൾ അത് മാത്രമല്ല, നിങ്ങള് ഇത്തവണ ഇവിടെ പോയില്ലേ? ഇവിടെ ആസാമിൽ പോയില്ലേ? ആസാം. ഞങ്ങൾ ആസാമിൽ നിന്ന് വന്നിട്ട് ഞങ്ങൾ ഉത്തരാഖണ്ഡിൽ പോയി. ശരി. അപ്പൊ നിങ്ങൾ സ്ഥിരം കറക്കമാണോ? നിങ്ങൾ രണ്ടുപേരും ഉള്ളോ? അത്രേ ഉള്ളൂ. വീട് തിരുവനന്തപുരമാണോ? അതെ അതെ. ശരി. ഹൈദരാബാദ് താമസം. ഞങ്ങളുടെ വീട്ടുകാരെ കാണുന്നതിനെക്കാട്ടി കൂടുതൽ നിങ്ങളെ കാണുന്നത് കണ്ട് അത്ര ഇതായി. പേരന് അരുൺ, സംഗീത. സംഗീത. അപ്പൊ ഡ്യൂട്ടി മാറി. വെൽക്കം മൂന്നാർ. പഞ്ചായത്ത് കംഫർട്ട് സ്റ്റേഷനാ. നമ്മൾ ഇത്ര നേരം ആ സൈഡിലെ മലകളിലൂടെ നിന്നല്ലേ? ഇങ്ങനെ ഓരോ മലകളിലും കയറി ഇറങ്ങി ഓരോ സൈഡും മാറി മാറി അങ്ങ് പോകും. ഒരു കുലുക്കമില്ല, ഒരു മാറ്റമില്ല. 2 യുവമിഥുനങ്ങൾ ഇരിക്കുന്നുണ്ടോ? 2 അല്ല 4 പേരുണ്ട്. 4 പേരുണ്ട്. ഇതുവഴി ബൈക്കിന് വരണം, അതാ രസം. കാട്ടാനകളുടെ സാന്നിധ്യമുള്ള പ്രദേശം. വഴിയാത്രക്കാരും പ്രദേശവാസികളും ജാഗ്രത പുലർത്തുക. രാത്രി കാലങ്ങളിൽ പ്രത്യേക ശ്രദ്ധയോടെ യാത്ര ചെയ്യുക. എന്നാ കോട ഇറങ്ങുന്നുണ്ടോ? വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം മഞ്ഞ് മൂടും. മഴ പക്ഷെ പെയ്തില്ല. മഴ ഇല്ല, മഴ ആയിട്ടില്ല നല്ലപോലെ. ആ മലനിരകളൊക്കെ ഇപ്പൊ താഴെയല്ലോ. നമ്മൾ കുറച്ച് ദൂരം ആയിട്ട് ഇങ്ങനെ കയറ്റമല്ല കയറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഹൈറ്റിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്, ഹൈ റേഞ്ചിലേക്ക്. അങ്ങനെ നമ്മൾ ആകാശത്ത് എത്തിയിരിക്കുകയാണ്. അയ്യോ, ഇങ്ങോട്ട് നോക്കിയതുണ്ട്. ആകാശം ഏതാ താഴെ ഭൂമി ഏതാന്ന് മനസ്സിലാകുന്നില്ല. അതെല്ലാം കോടമഞ്ഞാ. നമ്മൾ അങ്ങ് താഴേന്ന് കണ്ട മഞ്ഞ് ഇതാന്ന് തോന്നുന്നു. മല അതെ, എന്റെ അടുത്തെത്തി നമ്മൾ കയറി. മേളിൽ കണ്ടോ? നമുക്ക് കുറച്ചേരം ഇവിടെ നിന്നാൽ ചിലപ്പോ മേലെയും താഴെ വഴിയിലോട്ട് ഒരു വരും. കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ എങ്ങനെ നിർത്താണെങ്കിൽ ചെറുതായിട്ട് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കുവാണെങ്കിൽ കഴിച്ചിട്ട് പോകാം. റോഡിലോട്ട് ഇറങ്ങി, റോഡിലിറങ്ങി ഓരോ വളവിനും എല്ലായിടത്തും കാണില്ല, ചിലയിടത്തേ ഉള്ളൂ. അതെ, ഈ വളവ് തിരിഞ്ഞപ്പോഴത്തേക്ക് കൂടെ പോയി. ഇത് റിസർവ് ഫോറസ്റ്റ് ഏരിയ. കണ്ടോ, സ്കൂട്ടറിന് അവർ എൻജോയ് ചെയ്ത് പോകുന്നുണ്ടോ? ഇതാ ഞാനും പറഞ്ഞത് ഒരു ബൈക്കിന് വരണോന്ന്. നല്ല ഇവിടോട്ട് നല്ല കോടയായി. നീ ഇപ്പൊ മല ഒരെണ്ണം കയറിയിട്ട് നമ്മൾ ഇറങ്ങാം. നല്ല കുഴിയാ സൈഡ്. ഇവിടെ നല്ല കുഴിയാ. നമ്മളെ എരിഞ്ഞാ നിക്കുന്നേ. ഒന്ന് തല പിടിച്ച സൈഡിൽ അങ്ങോട്ട്. വണ്ടി നിവർന്നു. ക്യാമറമാനൊന്നും ഭയന്നു തോന്നുന്നു. അല്ല, നീയുള്ള എന്റെ ധൈര്യം. ഭയക്കണം. അതെ, ഇപ്പൊ ഇനി എന്തേലും അങ്ങനെ പറ്റാതെ വന്നാലും നീ ഉണ്ടല്ലോ. തട്ടി തോള കെട്ടി വണ്ടി കയറ്റി. അതെ, ഇവിടെയെല്ലാം പിന്നെ മലയിടിയുന്നിടാ കേട്ടോ. ആഹാ, ഇത് വഴിയെല്ലാം ഭയങ്കര മോശം. ഇത്രയും ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്. ഞാനും ആലോചിച്ചേ, സൈഡിലൊന്നും ഇറങ്ങത്ത് പോലും. ഇതുകൊണ്ട് ഇടയുണ്ട്, സൈഡ് ഒന്ന് ക്ലിയർ ചെയ്ത് വിട്ടാ മതി, വേറെ ഒന്നും ചെയ്യണ്ട. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ് മൂന്നാർ. പക്ഷെ ഇങ്ങോട്ടുള്ള വഴി ഭയങ്കര മോശം. അത് ഈ തിരക്കുള്ള സമയങ്ങളിലൊക്കെ നല്ല ബ്ലോക്കാ. വഴി മോശം എന്ന് പറയാൻ പറ്റില്ല, നല്ല വഴിയാ. ഇച്ചിരി വീതി വേണം. വീതി കുറവാ. സൈഡൊക്കെ ഒന്ന് കോൺക്രീറ്റ് ചെയ്ത് വിട്ടാൽ ഇച്ചിരി ഇട കിട്ടും. വേറെ വണ്ടി വന്നാൽ കണ്ടോ, സൈഡ് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ അവിടെ നിന്ന് ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ദൂരെ വരുന്നത് ഇങ്ങോട്ട്. ബസ്സുകൾ ഇഷ്ടം പോലെ ഇതുപോലെ സൈഡ് കോൺക്രീറ്റ് ചെയ്തിടുവാണെങ്കിലേ. അല്ലല്ല, ചില സ്ഥലത്തുണ്ട്, ചില സ്ഥലത്ത് ഇല്ല. അതുണ്ടല്ലേ ഈ തേയിലക്കകത്ത് ആൾക്കാർ കൊളുന്ത് പറിക്കുന്നത് കണ്ടോ? കൊളുന്ത് നുള്ളുന്നുണ്ട്, പറിക്കുക അല്ല, നുള്ളുന്നുണ്ട്. ഓക്കെ. കനത്ത മൂടൽമഞ്ഞ് മൂലം വഴിയൊന്നും കാണാൻ പറ്റുന്നില്ല. ചില സ്ഥലങ്ങളിൽ ഇച്ചിരി കുറവുണ്ട്. ചിലപ്പോ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒന്നും കാണില്ല. ഇപ്പൊ പുറകിൽ ആ ബസ് വന്ന സ്ഥലം ഒന്നും കാണത്തില്ല, തൊട്ടടുത്ത് വന്ന. ഇത് നമ്മളെ ഈടെ മറ്റേ പാഞ്ചാലിമേടും കുട്ടിക്കാനോ ഒക്കെ ചെന്ന പോലെ, പരുന്തുംപാറയൊക്കെ ചെന്ന പോലെ തന്നെ. റോഡിൽ ഇത്ര ഇല്ലായിരുന്നു. കാന്തല്ലൂർ ബസ്സാ, കാന്തല്ലൂർ. നമ്മുടെ ഇരവികുളം നാഷണൽ പാർക്കിൽ കൂടെയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കേ നല്ല പോലെ വിശക്കുന്നുണ്ട്. നമുക്ക് ഇരവികുളം നാഷണൽ പാർക്കിനകത്ത് ഫോറസ്റ്റിന്റെ ഒരു ക്യാൻറ്റീനുണ്ട്. അവിടെ കയറി ഫുഡ് കഴിച്ചിട്ട് പോകാം. പക്ഷെ ചെല്ലുമ്പോഴത്തേക്ക് കിട്ടുമെന്ന് അറിയത്തില്ല. 2:30 കഴിഞ്ഞു, 2:45. ഗ്രാമപഞ്ചായത്ത് മൂന്നാർ. അത് ഈ ട്രാക്ടർ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നല്ലപോലെ പെയിന്റ് ഒക്കെ അടിച്ച് നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് വണ്ടികൾ. ഈ കാണുന്നതാണ് ഇരവികുളം നാഷണൽ പാർക്ക്.
അപ്പൊ വണ്ടി നേരെ അങ്ങോട്ട് തിരിച്ചോ, വലത്തോട്ട്. അതോട്ട് കയറ്റാം അല്ലേ? നമ്മളിപ്പോ ഇന്നാള് കയറിയതാ, അതുകൊണ്ട് ഇതിനകത്ത് കയറി പോകണ്ട. കുറിഞ്ഞി റെസ്റ്റോറന്റ് കേട്ടോ, ഇവിടുത്തെ റെസ്റ്റോറന്റിന്റെ പേരാ. കുറിഞ്ഞി. വല്ലതും കഴിക്കാനുണ്ടോന്നൊന്ന് ഇവിടെ ഇറങ്ങി ചോദിക്കുകയാണെങ്കിൽ എന്നിട്ട് അകത്തോട്ട് കയറ്റാൻ മതി. വലിയ തിരക്കൊന്നുമില്ല, വർക്കിംഗ് ഡേ ആയതുകൊണ്ട്. അവധി ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കായിരിക്കും. എല്ലാം ഡ്രൈവർമാരാണ്, ടൂറിസ്റ്റ് വണ്ടികൾ ഓടിക്കുന്നത്, ടാക്സി വണ്ടികൾ ഓടിക്കുന്നവര്. എല്ലാരും കാറാണോ? കാറല്ലേ? അർബാനിയ സ്ഥലത്തുനിന്നും ടൂറിസ്റ്റുകളെ കൊണ്ട് വന്നല്ലേ. എവിടെ നിങ്ങളുടെ സ്ഥലം? അങ്കമാലി, പാലക്കാട്, വടകര. കേരളത്തിലുള്ള എല്ലാ ജില്ലയിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. പൊൻകുന്നം, വർക്കല, ആലപ്പുഴ, ആലപ്പുഴ, കായംകുളം. ചേട്ടനോ? എറണാകുളം. അപ്പൊ കേരളത്തിലെ എല്ലാ സ്ഥലത്തുള്ളവരുണ്ട്. ഫുഡ് കഴിച്ചു? എല്ലാരും കഴിച്ചു. അപ്പൊ ഞങ്ങളിങ്ങനെ പോയപ്പോ കഴിച്ചിട്ട് വാങ്ങോണ്ട് കയറി. ഞങ്ങൾ ഊട്ടി. ഫുഡ് ഇന്നോണ്ടാക്കിയില്ല. ഉഴപ്പാ ഭയങ്കര. ഇങ്ങോട്ടായോണ്ട് കടന്ന് കഴിക്കാമല്ലോ, അതുകൊണ്ട് ഉണ്ടാക്കി. അല്ല, ഇന്ന് ഞങ്ങളിപ്പോ നേരെ പോകും. വണ്ടിയിൽ പുറത്തിറങ്ങിയപ്പോഴേ നല്ല തണുപ്പ്. ഇവിടെ ചോറെല്ലാം തീർന്നു, ചിക്കൻ ബിരിയാണി മാത്രം, വേറെ ഒന്നും ഇല്ലല്ലേ? എല്ലാവർക്കും ഓരോ ബിരിയാണി പറഞ്ഞിട്ടുണ്ട്. അതെ, ഇത് കുഴപ്പമില്ല, കഴിക്കാമെന്നുള്ള അത്രയേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. അതെ, കൂടുതലൊന്നുമില്ല. ഞാൻ ഓർത്ത് ഒരു വലിയ ബിരിയാണി ഇരിക്കുന്നു. അപ്പൊ ആദ്യം ഞങ്ങളങ്ങ് കഴിക്കാം. അതെ, നിങ്ങൾ കഴിച്ചു. തലവേദന പറഞ്ഞോ? നല്ല ഉറക്കമല്ലായിരുന്നോ? അല്ല, കൂടുതൽ ഉറങ്ങിയിട്ടാ. ശരിയാ. അതെ, ബിരിയാണി മാത്രമേ ഉള്ളൂ, അതും ചിക്കൻ ബിരിയാണി മാത്രമേ ഉള്ളൂ. ചിക്കൻ കഴിയുമോ? കുഴപ്പമില്ല, എന്നാ പിന്നെ കുഴപ്പമില്ല. അതേ വരുന്നു. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. പാരഡൈസ് ഓഫ് നീലഗിരി താറാൻ്റെ മജസ്റ്റിക് നീലക്കുറിഞ്ഞി, ഇന്ത്യാസ് നമ്പർ 1 നാഷണൽ പാർക്ക്. ഇത് നീലക്കുറിഞ്ഞിയുടെ നീലഗിരി താറിനെ ഫോട്ടോ അയച്ചേക്കുന്നത്. നീലക്കുറിഞ്ഞി പൂക്കുന്ന സമയത്ത് വരെയാണ് നല്ല അടിപൊളിയാണ്. നീലക്കുറിഞ്ഞി പൂക്കുമ്പോൾ നമ്മൾ ഇതുവരെ വന്നിട്ടില്ല അല്ലേ? ഇല്ല, വന്നിട്ടില്ല. അന്നേരം ഭയങ്കര തിരക്കാണ് ഇവിടെ. ഇനി വരാം, ഇനി നീലക്കുറിഞ്ഞി പൂക്കുമ്പോൾ വരാം. 2030 ഉള്ളൂ ഇനി. 12 വർഷം കൂടുമ്പോഴാണ് നീലക്കുറിഞ്ഞി പൂക്കുന്നത്. ഇനി ഇപ്പോൾ ഓരോ സ്ഥലത്തൊക്കെ വേറെ സ്ഥലത്തൊക്കെ ഇടയ്ക്ക് പൂക്കുന്നുണ്ട് കുറച്ചല്ലേ? വേറെ കുറിഞ്ഞാ? 12 വയറാണ് കുറിഞ്ഞുണ്ടല്ലോ. 12 തരം കുറിഞ്ഞുണ്ട് പൂക്കുന്ന. അപ്പോൾ ഈ വെർച്വൽ റിയാലിറ്റി എക്സ്പീരിയൻസ് എന്ന് പറ്റി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ വീഡിയോ കണ്ടെന്ന് പറഞ്ഞില്ലേ? മറ്റേ നമ്മൾ ഡിസ്കോ വാലിയിൽ കാണുന്ന മറ്റേ മലനിരകൾ പോലെ തന്നെ പുൽമേടുകളും ഷോളവനങ്ങളും ഒക്കെ കാണാം. ഈ ഇതിൻ്റെ അകത്ത് കാണുമ്പോൾ നമുക്ക് കാണാം കോർ ഏരിയയിലൊക്കെ ഉണ്ട് ഈ വനത്തിൻ്റെ. ഇരവികുളം നാഷണൽ പാർക്ക് ഇവിടുത്തെ സഫാരിക്ക് കൊണ്ടുവന്നതിൻ്റെ റേറ്റാണ്. ഒരാൾക്ക് 200 രൂപ, പിള്ളേർക്ക് 5 തൊട്ട് 12 വയസ്സുള്ളവർക്ക് 150 രൂപ. പിന്നെ വീഡിയോയ്ക്കും ക്യാമറയ്ക്കും ഒക്കെ വേറെ റേറ്റ്. നമ്മളെന്തായാലും ഒന്ന് പോയതല്ലേ, അപ്പം ഇന്ന് പോകുന്നില്ലല്ലോ? നമ്മളിന്ന് പോകുന്നില്ല. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്കാണ് ഇരവികുളം നാഷണൽ പാർക്ക്. അപ്പം ഇരവികുളം നാഷണൽ പാർക്കിലൂടെയുള്ള സഫാരിയുടെ വീഡിയോയും നീലഗിരി താറിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമുക്ക് കമൻസിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം. അതെ, ഇത് നമ്മുടെ അജണ്ടയിലുള്ളതല്ലായിരുന്നു. അതെ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം ഇവിടെ കയറിയത്. അവരെല്ലാം ഗസ്റ്റ് വരാൻ വേണ്ടി നിൽക്കുന്നതാണ്, വെയിറ്റ് ചെയ്തിരിക്കുക. നമ്മുടെ ഇവിടുത്തെ ടാക്സി ഡ്രൈവർമാരെ കണ്ടോ? അതെ. ഇവിടുത്തെ എല്ലാ ആൾക്കാരും നല്ല ആൾക്കാരോട് നല്ല പോലെ നമ്മുടെ ഗസ്റ്റിനെ അതിഥി ദേവോ ഭവ എന്ന് പറയുന്ന പോലെ ഇടപെടുന്ന ആൾക്കാരാണ് കൂടുതലും. നമ്മുടെ ഇവിടുത്തെ ടാക്സി വണ്ടികൾ കാണുമ്പോഴേ, ടൂറിസ്റ്റ് ടാക്സികൾ കാണുമ്പോഴേ ഓർക്കുന്ന നമ്മുടെ സിക്കിമിലെ ഡ്രൈവറെ ഓർമ്മ. പക്ഷെ നമ്മളെ ഇവിടെ ഉള്ളവരെന്നല്ല, മിക്കയിടത്തെ ഒരിടത്തെ ആൾക്കാർ അങ്ങനെ ഒരു 99% ആൾക്കാരും അങ്ങനെ ഗസ്റ്റിനോട് മോശമായിട്ട് ഇടപെടുകയല്ല. അല്ല, ഇവരുടെ ഡ്രസ്സ് നല്ല കേട്ടോ, അങ്ങനെ ടിപ് ടോപ്പിൽ നടക്കണം, എന്നാലേ ഡ്രൈവർമാർക്ക് ഒരു വിലയുള്ളൂ. വൈറ്റ് ആൻഡ് വൈറ്റ് ആണ് വേണ്ടത്. പേഴ്സണാലിറ്റി തോന്നും. അത് വലിയ വണ്ടി ഓടിക്കുന്നവർക്കൊക്കെ ഉണ്ടെന്ന്, ബസ് ഓടിക്കുന്നവർക്കൊക്കെ അങ്ങനെ. ആ മലനിരകളിലെല്ലാം കൊളുന്തെടുക്കുന്നുണ്ട്. എന്നാ നല്ല തേയിലത്തോട്ടങ്ങളാന്ന്. ഈ വരയാടിനെ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇവിടെ ഇരവികുളം നാഷണൽ പാർക്കിലാണ് കാണുന്നത്. നമ്മൾ ഇഷ്ടംപോലെ കണ്ടാലോ. അതുകൊണ്ടാണ് ഈ വരയാടിനെ സംരക്ഷിക്കാൻ വേണ്ടി അവരുടെ പ്രജനന കാലഘട്ടമാണ് ഈ മാർച്ചിലെ ഫെബ്രുവരി 1 തൊട്ട് മാർച്ച് 31 വരെ. അപ്പോൾ ഈ 2 മാസം ഇവിടെ അടച്ചിടും, ഇരവികുളം നാഷണൽ പാർക്ക് അടച്ചിടും. എന്നിട്ട് ഏപ്രിൽ 1-ാം തീയതി തുറക്കും. ആനത്താര ഇതൊരു ടീ ഫാക്ടറിയാണ്, തേയില ഫാക്ടറിയിലേക്കുള്ള വിറക്. വെൽക്കം ടു ടീ മ്യൂസിയം.
ആ ലേ ഇരിക്കുന്നുണ്ട് എന്നെ വ്യൂ അല്ലേ? ആ അതെല്ലാം ഈ എസ്റ്റേറ്റ് ലയങ്ങളാണ്. മുന്നേ കൂടെ ചെറിയൊരു തോട് ഒഴുകുന്നുണ്ട്, നദി. ഈ വംശനാശ ഭീഷണി നേരിടുന്ന നീൽഗിരി താറിന്റെ ഹോം എന്നാണ് ഈ ഇരവികുളം നാഷണൽ പാർക്ക് അറിയപ്പെടുന്നത്. മലയാളികളെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇവിടെ. അതുപോലെ തന്നെ നീലക്കുറിഞ്ഞി. അപ്പോൾ നമ്മളിത് മൂന്നാർ എത്തി. ടാക്സി വണ്ടികൾ എന്തായാലും കിടക്കുന്നത്. ഇതെല്ലാം ലോക്കൽ ടാക്സി അല്ലേ? ലോക്കൽ ടാക്സിയും ജീപ്പ് അതുണ്ടോ? ആ ജീപ്പൊക്കെ ഇവിടെയൊക്കെ ഇപ്പൊ കാണാനുള്ളു. ഇതുപോലെ ഇടുക്കി വരുമ്പോ കാണാലോ. ഇടുക്കിയിലുണ്ട്, എന്നാലും കുറഞ്ഞു, പണ്ടത്തെ അതുപോലെ ഒന്നും ഇല്ല. ഇതുണ്ടല്ലേ എത്ര ജീപ്പാ കിടക്കുന്നല്ലേ. മൂന്നാർ ബോർഡൊക്കെ കാട് കയറി മറഞ്ഞല്ലോ. കാടല്ലത് ചെടിയാ. കാന്തല്ലൂർ, മൂന്നാർ, അടിമാലി, ആലുവ. ആലുവ കാന്തല്ലൂർ വണ്ടിയാ അത്. ആലുവന്ന് കയറി എത്ര സ്ഥലം കണ്ടിട്ട് വരാം അല്ലേ? ആ എന്നാ പേരെന്നാ? എബി. ആ ഇവിടെ മൂന്നാറാണോ? ആ ഓക്കെ. മൂന്നാർ ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവേഴ്സ് അസോസിയേഷൻ. ടാക്സി സ്റ്റാൻഡൊക്കെ നല്ല ഷെഡൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ കുറച്ചിടയേ ഉള്ളൂ, കുറച്ച് വണ്ടികളെ എടുത്തുള്ളൂ. നമ്മളെ ലെഫ്റ്റ് ദേവികുളം. റൈറ്റ് പോയ അടിമാലി 30 കിലോമീറ്റർ ഉള്ളു കേട്ടോ. ആ അടിമാലി 30 കിലോമീറ്റർ ഉള്ളൂ. അന്ന് നമ്മൾ അതുവഴിയാ പോയത് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട്. ആ നേരെ ഏതാ? ടീ ഗാർഡൻ, എക്കോ പോയിന്റ്, തേക്കടി 105 കിലോമീറ്റർ, ആനയിറങ്ങൽ 26, മാട്ടുപ്പെട്ടി 12. അത് അങ്ങോട്ടാ പോണ്ടേ. നമുക്കിത് വഴി പോവാം. എറണാകുളം വണ്ടിയൊക്കെ കിടക്കുന്നു. കായംകുളം, വൈറ്റില, ആലുവ. SCTC തമിഴ്നാട്. തമിഴ്നാടിന്റെ വണ്ടി വരുന്നുണ്ട്, തമിഴ്നാട് സർക്കാരിന്റെ വണ്ടി. അടിമാലി വണ്ടി, അടിമാലി, ആനച്ചാൽ അടിമാലി. അങ്ങോട്ട് കയറ്റി നിർത്തിക്കോ, അത് അങ്ങോട്ട് ഇറങ്ങിപ്പോളൂ. പോട്ടെ. ദേവികുളം, തേനി. റൈറ്റ്. ബോർഡ്, നല്ലൊരു ബോർഡ് വെക്കാണ്. ഒരു തകട ചുമ്മാ എല്ലാം മാഞ്ഞു പോയി. ഇത്രയും വലിയൊരു ടൂറിസ്റ്റ് പ്ലേസാ. 3 ആറുകൾ വന്ന് കൂടിച്ചേരുന്ന സ്ഥലമായതുകൊണ്ടാണ് മൂന്നാർ എന്ന പേര് വന്നത്. നല്ലതണ്ണി, മുതിരപ്പുഴ, കുണ്ടള എന്നീ 3 ആറുകൾ വന്ന് ഇവിടെ ചേരുന്നത്. ചേട്ടൻ ഓണടിച്ച് കയറി വന്ന ഡോറ് ഗ്ലാസ് താഴെയല്ല, അതുകൊണ്ട് എവിടെ? ഇവിടാണോ? മൂന്നാറാണോ? കമാൻഡർ. മൂന്നാറിലൊക്കെ മഴയായിരിക്കും ഞാൻ ഓർത്തത്. പക്ഷെ ഇവിടെ മഴയില്ല. മഴ തുടങ്ങുന്നേ ഉള്ളൂ, മഴ പെയ്തിട്ടില്ല. ചെറിയൊരു തണുപ്പേ ഉള്ളൂ. ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡൻ, മൂന്നാർ. ഈ പൂക്കൾ കാണാൻ നല്ലതല്ലേ എനിക്ക്? ബൊട്ടാണിക്കൽ ഗാർഡനകത്തൊരു ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ ഉണ്ട്, ഇപ്പൊ പുതിയതായിട്ട് തുടങ്ങിയത്. ഗാർഡൻ കാണാൻ ഇപ്പൊ താഴെക്കൂടെ ടിക്കറ്റ് എടുത്ത് ഇറങ്ങേണ്ട കാര്യമില്ലേ, മോളിൽ നിന്ന് നോക്കിയാൽ ഇതെല്ലാം കാണാം. ഞങ്ങളിതിലെ പോയപ്പോൾ കയറാൻ സമയമില്ലാത്തതുകൊണ്ട് നേരെ പോയതായിരുന്നു. നേരെ ഇത് കണ്ടേ. അവിടെ വന്ന് മൂടി ആ മലയെല്ലാം. മൂന്നാർ ടൗൺ ആ കാണുന്നത്. എന്താ ഭംഗിന്ന് നോക്കിയേ. സിഗ്നൽ പോയിന്റ്. ഇവിടെ സിഗ്നൽ പോയിന്റ്. നാഷണൽ ഹൈവേ. ദേവികുളം 3 കിലോമീറ്റർ. അപ്പം നല്ല മഴ പെയ്യുന്ന സമയത്താണ് നല്ല അടിപൊളിയായി ഈ റൂട്ട്. ഈ വഴിയിൽ മൊത്തം വ്യൂ പോയിന്റുകളാണ്. എവിടെ നിർത്തിയാലും അടിപൊളി വ്യൂ ആണ്. പഴയ ഒരു ബംഗ്ലാവ്, അത് എസ്റ്റേറ്റ് ബംഗ്ലാവ്. ആ സ്ഥലപ്പേരും എങ്ങനെയാ? ഇതല്ലേ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയം. ഇതെല്ലാം ഗവൺമെന്റ് ഓഫീസുകളാണ്. കേരള സർക്കാർ വനിതാ ശിശു വികസന വകുപ്പ്. ഇതാണ് ദേവികുളം. ദേവികുളം ഒരു ചെറിയ ടൗണാണ്. ഇത് ഇടുക്കിയുടെ കാര്യം പറഞ്ഞ പോലെയാണല്ലോ. ഇടുക്കി എന്ന് പറഞ്ഞ ആ സ്ഥലം ചെറിയ ടൗൺ. ഇവിടെ എല്ലാം വനമാണ് കൂടുതലും. ഇൻസ്പെക്ഷൻ ബംഗ്ലാവ്, കേരള ഫോറസ്റ്റ്. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസ്, ദേവികുളം റേഞ്ച്. പൂപ്പാറ 24 കിലോമീറ്റർ. ഈ ദേവികുളത്ത് കൂടുതലും സർക്കാർ ഓഫീസുകളാണ്, മെയിനായിട്ട് ഗവൺമെന്റ് ഓഫീസുകൾ. നേപ്പാളൊക്കെ പോയി വന്നായിരുന്നു. ടൂറിസ്റ്റ് ഞങ്ങളെ എവിടെ ചേട്ടാ വീട്? എവിടെ? തിരുവല്ല. ബിജു. ആ ഫീ പ്ലാസ മുന്നിലുണ്ടല്ലോ. ഇതാണ് ദേവികുളം. ഇതേ മൂന്നാർ തേക്കടി ഹൈവേ. ഇത് നല്ല വഴിയല്ലേ? ഇതിപ്പോ അടുത്ത കാലത്ത് നല്ല പണിതല്ലേ. ഇത്രയും വീതി വേണം റോഡിനല്ലേ? ഇത്രയും വീതി വേണം.
എന്നാ പറഞ്ഞ ഇത്രയും ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമല്ലേ ഇത്. അന്നേരം അതന്നെയല്ലേ എവിടെയെങ്കിലുമൊക്കെ നല്ല വ്യൂ കാണുന്നിടത്ത് നിർത്തുകയൊക്കെ ചെയ്യാമല്ലോ. എല്ലാരും നിർത്തി കാഴ്ചകളെ കാണാനായിട്ട് ഇറങ്ങും, ഫോട്ടോ എടുക്കാൻ ഇറങ്ങും. അതല്ല നമ്മുടെ കേരളത്തിലെ നല്ല അടിപൊളി ഒരു ഹിൽ സ്റ്റേഷൻ അല്ലേ മൂന്നാർ. സമുദ്രനിരപ്പിൽ നിന്ന് 5700 അടി ഉയരത്തിലാണ് മൂന്നാർ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് മൂന്നാറിനെക്കാട്ടിൽ ഹൈറ്റില്ല. മൂന്നാറിൽ ഇങ്ങോട്ട് അത് കഴിഞ്ഞൊരു മലയല്ലേ കയറി പോന്നെ. അപ്പൊ അതിൽ ഇച്ചിരി പൊക്കത്തില്ല. മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ട്. മൊത്തം വളവല്ലേ ഇങ്ങോട്ടും. പക്ഷെ ഇതവിടെ അടിപൊളി റൂട്ടാ ഇതിലെ. ദേവികുളം, ചിന്നക്കനാൽ, പൂപ്പാറ, ശാന്തമ്പാറ വഴി ഉടുമ്പൻചോല വഴി നേരെ നെടുങ്കണ്ടം. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ദേവികുളം ടോൾ പ്ലാസ. NH85. രണ്ട് സൈഡിലും ടോയ്ലറ്റ് ബ്ലോക്ക് ഒക്കെ ഉണ്ട്, ബ്രിഡ്ജ് ഉണ്ട്, പാർക്ക് ചെയ്യാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഈ സൈഡിലത്തെ അത് ഓപ്പണാ, ഒരു സൈഡിലത്തെ ഉള്ളൂ കൂട്ടിയിട്ടേക്കുന്നത്. ചെറിയൊരു കുരിശുപള്ളി. ആനത്താര ഉണ്ട് കേട്ടോ. രാത്രിയിൽ ഇവിടെ എങ്ങാനും കിടക്കുവാണെങ്കിൽ ചിലപ്പോ ആന വരും. ആന വരും. അല്ല, നമ്മള് കിടന്നാലും കിടന്നില്ലല്ലോ ആന വരും. മിക്കവാറും അങ്ങോട്ട് മഴയായിരിക്കും മുന്നോട്ട്. ഒരേ ലെവലിൽ നിൽക്കുന്നുണ്ടോ വേഗം? മേഘമല്ല, കോടമഞ്ഞ്. തേയിലത്തോട്ടങ്ങളെല്ലാം മഞ്ഞിൽ കുളിച്ച് നിൽക്കുക. ഇവിടെ ഒക്കെ മഴക്കാലത്ത് പറഞ്ഞ എന്നാ രസമായിരിക്കുന്നുണ്ട്. ഈ പാറയിൽ കൂടെ മൊത്തം വെള്ളച്ചാട്ടമായിരിക്കും, വെള്ളമൊഴുക്കായിരിക്കും. എന്നാ കുത്തുപാറയല്ലേ. ചെമ്മണ്ണാർ, രാജാക്കാട്, ബൈസംവാലി, തേനി, തേക്കടി, സൂര്യനെല്ലി. ചെമ്മണ്ണാറും രാജാക്കാടും ബൈസംവാലിയും ഒക്കെ ഇവിടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞു പോകും. താഴേന്ന് നമുക്ക് നേരെ പോവാം. അല്ല, അവിടെ സാങ്കൽപ്പിക ചെക്ക് പോസ്റ്റോ? സാങ്കൽപ്പിക ചെക്ക് പോസ്റ്റ് എഴുതിയേക്കുന്നേ, താൽക്കാലികയല്ല. നിരവധി അപകട മരണങ്ങളുണ്ടായ ചെമ്മണ്ണാർ ഗ്യാപ്പ് റോഡിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ സമിതിയും ആശ്രയ ചാരിറ്റബിൾ സൊസൈറ്റിയും മെർച്ചന്റ് അസോസിയേഷനും സംയുക്തമായി സാങ്കല്പിക ചെക്ക് പോസ്റ്റ് സ്ഥാപിക്കുന്നു. 26 ഫെബ്രുവരി 1 ഞായറാഴ്ച രാവിലെ 10 മണിക്ക്. കഴിഞ്ഞു. ഞാനോർത്ത് സാങ്കല്പിക ചെക്ക് പോസ്റ്റ് ഇതെന്ത് ഇവിടെ പെട്ടെന്ന്. സാങ്കല്പിക ചെക്ക് പോസ്റ്റ് കൊണ്ട് എന്ത് കാര്യം? ആദ്യം കാണുമല്ലേ, മനസ്സിലായില്ല എന്താ ഉദ്ദേശിച്ചത്. ഇവിടെ ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് അതിന്റെ ഡീറ്റെയിൽ പറഞ്ഞു ചോദിച്ചാ അറിയാം. ക്ലൗഡ് ബെഡ്. സൂര്യൻ അതേ അങ്ങ് മറയാൻ തുടങ്ങുന്നു. ചെറിയൊരു വട്ടമേ ഉള്ളൂ. ഇവിടെ മലകളൊന്നും കാണുന്നില്ലല്ലേ, മൊത്തം മഞ്ഞ് മാത്രം. ഇവിടെ എല്ലാം വ്യൂ പോയിന്റാ. പക്ഷേ മൂടൽമഞ്ഞ് കാരണം ഒന്നും കാണത്തില്ല. വീണ്ടും നമ്മൾ കോടമഞ്ഞിലൂടെ. ഒന്നും കാണത്തില്ല അങ്ങോട്ട് നോക്കി. ഇവിടെ നല്ല മഴക്കാലത്ത് വരണം. ഇവിടെ ഈ പാറക്കൂടെ മൊത്തം വെള്ളച്ചാട്ടങ്ങളായിരിക്കും. ഞാൻ ഈ റോഡ് പണിതതിന് ശേഷം വന്നിട്ടില്ല. പണ്ടത്തെ വഴിയായിരുന്ന സമയത്ത് വന്നിട്ടുണ്ട്. ജീപ്പും കൊണ്ട് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. ധനുഷ്കോടി 347 കിലോമീറ്റർ, തേനി 67, പെരിയ കനാൽ എസ്റ്റേറ്റ് ഒക്കെ ടാറ്റയുടെയാ. അതെ, ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ ഇതേ മഞ്ഞ് മാറി. ആ ഒരു ചെരുവിലേ ഉള്ളായിരുന്നു. ഇതേ ഇവിടെ പൊങ്ങുന്നു. ഇപ്പൊ നമ്മള് ചിന്നക്കനാൽ എടുക്കാറായി. പെരിയ കനാൽ വാട്ടർഫാൾസ്. വാട്ടർഫാൾസിൽ നിന്നും വെള്ളമൊന്നുമില്ല, അപ്പറയാ. രണ്ട് സൈഡിലും കണ്ടോ എന്തേരം പ്ലാസ്റ്റിക് കിടക്കുന്നതാണ്. ഇതാണ് വാട്ടർഫാൾസ്. പക്ഷെ ഇത് മഴക്കാലത്ത് അടിപൊളി ഒരു വാട്ടർഫാൾ കേട്ടോ. ഇതുണ്ടോ, നല്ല പൊക്കം ഉണ്ടല്ലേ. നല്ല പൊക്കമുണ്ട്. ഇപ്പം വെള്ളം കുറവ്, മഴയില്ലാത്തതുകൊണ്ട് വെള്ളം കുറവാ. കൊളുക്കുമല ഇവിടുന്ന് കയറി പോകണം. സൂര്യനെല്ലി ഇവിടുന്ന് കുപ്പാറ തേനിയൊക്കെ നേരെ ആ ലെഫ്റ്റിലേക്ക് കിടക്കുന്ന വഴിയെ കയറി പോകണം. സൂര്യനെല്ലിയും കൊളുക്കുമലയൊക്കെ. അവിടെ അല്ല, ഇടുക്കിയിൽ ഈ ഭാഗത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇതുപോലെ അടിപൊളി കാണാൻ പറ്റുന്ന അടിപൊളി സ്ഥലങ്ങൾ. നാഷണൽ ഹൈവേ, ചിന്നക്കനാൽ. വെയിറ്റ് ഷെഡൊക്കെ ഡൂക്കിൽ വെയിറ്റ് ഷെഡാണല്ലോ. ചെറിയൊരു അമ്പലം. അയ്യപ്പസ്വാമി ക്ഷേത്രം എന്ന് തോന്നുന്നു. കൊളുക്കുമലയ്ക്ക് ഒരു പ്രാവശ്യം പോണം. അത് വലിയൊരു പാറ ഇരിക്കുന്നുണ്ടോ. എങ്ങും പോരുകയില്ല. ഒരെണ്ണമല്ല, അതിന് പുറകെ ഒരെണ്ണം കൂടെ ഉണ്ട്. ആ മലയുടെ താഴ്വശത്തുണ്ടോ എന്ത് റിസോർട്ടാന്ന്. ആ കാണുന്ന എല്ലാം റിസോർട്ടുകളാണ്. ആ ചേട്ടൻ പറഞ്ഞില്ലേ ഇന്നലെയൊക്കെ രാത്രി മഞ്ഞ് കാരണം ഒന്നും കാണത്തില്ലായിരുന്നു. അതെ. ഇനിയും കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇച്ചിരി കൂടും, കട്ടിയാവും. എങ്ങോട്ട് നോക്കിയാലും നല്ല വെള്ള കളർ മാത്രം. ആകാശം ഏതാ, കോടമഞ്ഞ് ഏതാ, ഒന്നും മനസ്സിലാവുന്നില്ല. വ്യൂ പോയിന്റുകളിൽ ഒന്നും നിന്നാലും വ്യൂ ഇല്ല.
ഇവരെല്ലാം തിരുവനന്തപുരത്ത് നിന്ന് മൂന്നാർ കാണാനായിട്ട് ഇറങ്ങിയതല്ലേ? എല്ലാവരും ആകാശ് ഫാൻസ് കേട്ടോ. അതെ വാ. 2 ദിവസമായല്ലേ പോന്നിട്ട്? എന്നാ പോന്നു? ആണോ, 3 ദിവസമായി. നാളെ തിരിച്ചു പോകും അതോ ഇനി കുറച്ചുകൂടെ ഒക്കെ കറങ്ങുന്നുണ്ടോ? ഞായറാഴ്ച. കുറച്ച് ദിവസം ഉണ്ട്. മൂന്നാറൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളി. നല്ല ക്ലൈമറ്റ് അല്ലേ? ആ, എല്ലാവരും ട്രിവാൻഡ്രത്ത് തന്നെ? ഒരു സ്ഥലത്താ. ആ, എല്ലാവരെയും കണ്ടതിൽ സന്തോഷം. നല്ല കോടമഞ്ഞ. ഏതൊക്കെയല്ലേ നല്ല തണുപ്പും മഞ്ഞും ഒക്കെ. നമുക്കൊരു ചായയൊക്കെ ഇട്ട് കുടിക്കാം. പുറത്തോടെ നോക്കിയാൽ നല്ല മഞ്ഞ. പിന്നെ വെളിയിൽ കുക്ക് ചെയ്താൽ മതിയായിരുന്നല്ലോ. വെളിയിലത്തെ അടുക്കള തുറന്നാൽ മതിയായിരുന്നു. ഓ, കാറ്റുണ്ട് ചെറിയ. പൊന്നോൻ്റെ 4 മണി ചായ. 6 മണിയായി. 6 മണി 6:30 ഇത് ഞാൻ ഡാർജിലിംഗിൽ നിന്ന് കൊണ്ടുവന്ന ചായ ഗ്ലാസ് പൊന്നോട് ചായ കുടിക്കാൻ വേണ്ടി. ഓ, അതിന് വേണ്ടിയിട്ടാണോ പ്രത്യേകിച്ച് എടുത്തത് ഇന്ന്? വെറുതെ അത് നേരത്തെ ഉപയോഗിച്ചില്ലായിരുന്നു ഇതുവരെ അല്ലേ? ആ, ഉപയോഗിച്ചു. ഒരു പ്രാവശ്യം ഞങ്ങളെ വീട്ടിൽ ചായ എടുത്തു, ഞാൻ ചിറ്റയും കൂടെ. ആ, എന്നെ ഉപയോഗിച്ചു. ഞാനിത് കോട്ടയം കൊണ്ട് വരുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് എന്നാ കൊട്ട മറിച്ചുണ്ടെന്ന് ഓർത്തല്ലേ? ചായ വേഗം തണുത്തു പോകും കേട്ടോ. ഇവിടെ ഇരുന്ന് ഭയങ്കര തണുപ്പാ. അകത്തിരിക്കാൻ നല്ല സുഖം ഉണ്ടോ? നല്ല കളർഫുൾ കപ്പല്ലേ? നമുക്ക് എവിടെയെങ്ങാനും വൈകിട്ട് വണ്ടി ഇട്ട് ഒതുക്കിയും കിടന്നുറങ്ങിയാലോ? ഇവിടെ വേണേലും ഒതുക്കിയിടാം. ആദ്യം വണ്ടിയൊന്നും ഇല്ല രാത്രിയിലൊന്നും വലിയ തിരക്കൊന്നുമില്ല. ഇപ്പം ഇന്ന് പകലും തിരക്കില്ലല്ലോ. ഇത് മധുര വണ്ടിയാണല്ലോ, മധുരയ്ക്ക് പോകുന്ന വണ്ടി. ഇതിലെ പൂപ്പാറയിൽ നിന്ന് ബോഡിമെട്ട് ഇറങ്ങി പോകുന്നത്. ചായ കുടിയൊക്കെ കഴിഞ്ഞ് മമ്മി കുക്കിങ്ങിന് കയറി. അതെ. അപ്പം ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് കുറേ സമയമായി. പിന്നെ കുറേ സമയം ഞങ്ങൾ ചുമ്മാ ഇരുന്നു, കാറ്റൊക്കെ കൊണ്ട് വെളിയിൽ. അപ്പോൾ നമുക്ക് ഇന്ന് വൈകിട്ട് ഇലയുടെ ഉണ്ടാക്കാം. വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇടയ്ക്ക് വാഴയിലയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അപ്പോൾ വാഴയിലയുടെ വെറുതെ വീട്ടിലേക്ക് ഇങ്ങനെ തിരിച്ചു കൊണ്ടുപോകണ്ടല്ലോ. അപ്പോൾ നമുക്ക് രാവിലെ ചിലപ്പോൾ അതിനുള്ള സമയം കിട്ടത്തില്ല. അപ്പം വൈകിട്ടാക്കിയാലും എല്ലാവർക്കും വലിയ കാര്യമായിട്ടുള്ള വിശപ്പൊന്നുമില്ല, ചെറുതായിട്ട് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തുന്ന പിന്നെ ഇലയുടെ ഉണ്ടാക്കിയേക്കണം. അപ്പോൾ തേങ്ങയൊക്കെ പൊട്ടിച്ചെടുത്തു, അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, അടുപ്പിൽ വെള്ളവും വെച്ചിട്ടുണ്ട്, ഉപ്പും ഇട്ട് വെള്ളം വെച്ചിട്ടുണ്ട് അരിപ്പൊടി കുഴയ്ക്കാനായിട്ട്. അപ്പം വെള്ളം ചൂടാകുമ്പോഴത്തേനും നമുക്ക് ഈ തേങ്ങ ഒന്ന് ചിരണ്ടിയെടുക്കാം. ഞാൻ ചിരണ്ടി തരണോ? സഹായിക്കണോ? ചിരണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല, സഹായിച്ചാലും. എന്നാൽ ഞാൻ ചിരണ്ടാം, മാറിക്കോ. തനിക്ക് ഇതേ ചിരണ്ടി എത്ര വശം കണ്ട്. വീട്ടിലെ ചിരവേലാണേ ചിരണ്ടാൻ വശമുണ്ട്. നോക്കാം, എന്തായാലും പഠിക്കണമല്ലോ ഇതൊക്കെ. അതെ, ഇതൊക്കെ പഠിക്കണം. ഇങ്ങനെയൊക്കെ പഠിക്കുന്നത്. വീട്ടിലാണെ ചെയ്യും, ഇതില്ലാത്തും പഠിക്കണമല്ലോ. ഇത് നിങ്ങളോട് വരാനുള്ളതല്ലേ? ആ, അപ്പം തേങ്ങ ഞാൻ പൊന്നോന് കൈമാറി. അതെ, അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. വീട്ടിലെ ചിരവയാണ് കുറച്ചുകൂടെ സുഖം. വീട്ടിൽ നമ്മൾ നിലത്തോട്ട് വെച്ച് ഇരുന്നിട്ട് അങ്ങ് ചിരണ്ടുമല്ലേ. അതെ. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ചിരണ്ടി കഴിഞ്ഞ് നമുക്ക് അരിപ്പൊടി ഒന്ന് ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കാം. ചൂടുവെള്ളത്തിനകത്ത് ഉപ്പിട്ടതായിരുന്നു, ഇനിയിപ്പോൾ അതുകൊണ്ട് പൊടിക്കകത്ത് ഉപ്പിടേണ്ട കാര്യമില്ല. കുറച്ചേ വെള്ളം ഒഴിച്ച് കുഴച്ച് കൊടുക്കാം. അപ്പോൾ അതേ പൊടിയൊക്കെ ചൂടുവെള്ളത്തിൽ കുഴച്ച് വെച്ചു. ഇവിടെ ജീരകവും ഏലക്കായും ഒന്നും ഇടുന്ന ആർക്കും ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല. ഇനി ഒരു പാത്രത്തിൽ ഇച്ചിരി ചെറിയ ചൂടുവെള്ളം എടുത്ത് വെക്കുക, ഇടയ്ക്ക് കൈ മുക്കാനാണ്. അതുകൊണ്ട് നമുക്ക് മാവെടുത്ത് ഇലക്കകത്തോട്ട് പരത്താം. എന്തൊരു സൈഡ് പരത്തുന്നത്? സൈഡിൽ നിന്ന് അങ്ങ് തുടങ്ങിയാൽ പോരെ. ആ, ഇച്ചിരി വെള്ളോടായാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അത് മാവൊക്കെ നല്ലപോലെ നമ്മൾ പരത്തിയിട്ടുണ്ട്. ഇനി ഒരു സൈഡിലേക്ക് നമുക്ക് ഈ തേങ്ങയും ശർക്കരയും കൂടെ ചേർത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഇല അങ്ങോട്ട് മടക്കാം. മടക്കിയിട്ട് കല്ലിലോട്ട് വെച്ച് കൊടുക്കാം. അതെ, വേണം ഇഡ്ഡലി പാത്രത്തിനകത്തേക്കും വെക്കാം. നമുക്ക് തൽക്കാലം കല്ല് വയ്ക്കാം. ഇഡ്ഡലി പാത്രത്തിലാണ് എളുപ്പമുണ്ട്, എല്ലായിടെയും കൂടെ ഇങ്ങനെ പരത്തിയിട്ട് ഒന്നിച്ചങ്ങ് വെച്ചിട്ട് പുഴുങ്ങിയെടുക്കാം. ഇത് പിന്നെ അതിനകത്ത് മുരിഞ്ഞു കിട്ടത്തില്ല, ഇങ്ങനെ നല്ല സ്മൂത്തായിട്ട് കിട്ടും. ഇത് ഇച്ചിരി മുരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചേക്കുന്നത്. പക്ഷേ കല്ലെ ചുട്ടെടുക്കുന്നതിനാ ടേസ്റ്റ് കൂടുതൽ. ആ, ഇലയൊക്കെ കരിയാൻ തുടങ്ങി. വേണം നമുക്ക് ഈ ഇല ഇങ്ങ് മാറ്റിയിട്ട് ഇത് കല്ലിലിട്ട് തിരിച്ചു മറിച്ചെടുക്കാം, ഒന്നുകൂടെ മുരിഞ്ഞോളും. അപ്പം ഇതിപ്പോൾ വെന്തോ? ഇതുണ്ടോ? ഇല എടുക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടെ മുരിഞ്ഞു കിട്ടും. ആണോ? ഞങ്ങളല്ലാതെ കഴിച്ചു നോക്കിയപ്പോൾ ഞങ്ങൾക്ക് മധുരം തോന്നി, അതുകൊണ്ട് ഞങ്ങൾ പിന്നെ കുറച്ചാക്കിയത്. അപ്പോൾ അത് ബാക്കി 2-3 ഞാൻ ഇഡ്ഡലി പാത്രത്തിനകത്ത് പുഴുങ്ങാനായിട്ട് വെച്ചു. അപ്പം നമ്മുടെ ഇലയുടെ അവിടെ ഇരുന്ന് റെഡി ആവട്ടെ. ലാസ്റ്റ് വന്ന കുറച്ച് മാവും ശർക്കരയും തേങ്ങയും എല്ലാം കൂടി ഞാൻ ഒന്നിച്ച് കുഴച്ചങ്ങോട്ട് കല്ലിലോട്ട് പരത്തി. അപ്പോൾ ഏറ്റവും ടേസ്റ്റ് ഇതിനായിരിക്കും. എന്നാൽ മുരിഞ്ഞയിടാം. നോക്കട്ടെ. ഇതിനകത്ത് ഇതൊന്നും ഇല്ലോ, തേങ്ങയും എല്ലാം അതിനകത്തുണ്ട്. ഉണ്ടോ? കുഴപ്പമില്ല, നല്ല. അല്ല ഇത് അടിപൊളിയാ.
ഞാൻ പാട് പറഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയാൽ പോരായിരുന്നു എല്ലാം. എല്ലാം കൂടെ കുഴച്ച് അങ്ങനെ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു, അതായിരുന്നു എളുപ്പം. പിന്നെ ഇലയുടെ നമ്മളങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയത്. ഇതിന് ഇച്ചിരി രുചി കൂടുതലാണ്. ആ വാഴയിലയുടെ ടേസ്റ്റും. വാഴയിലയുടെ ടേസ്റ്റ് കൂടെ വരും അതിന്. എന്റെ പ്രിയ മമ്മി ഇത് കാണുന്നുണ്ടെങ്കിൽ എന്നും വീട്ടിൽ ഇത് ഉണ്ടാക്കി തരാൻ നോക്കരുത്. അതിനാ ഞാൻ എന്നോട് കുഴപ്പം നേരത്തെ ചേച്ചിയോട് വന്നിട്ട് പാവയ്ക്കാത്തോരൻ കഴിച്ചതിന് അവിടെ ഒരു യുദ്ധം നടന്നതാ വീട്ടിലോ? അതിന് ഞാൻ ഈ പാവയ്ക്കാത്തോരൻ തിന്നത്തില്ല. ശരി. അതങ്ങനല്ല, വണ്ടിയെ പോകുമ്പോൾ ഞങ്ങൾ എന്തും കഴിക്കുന്നു. ഞാൻ പറഞ്ഞു കിട്ടിയ സാഹചര്യം വെച്ച് ചെയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വിരി വെക്കാൻ തുടങ്ങുക. കുറച്ച് പേരൊക്കെ വിരി വെച്ചു. അപ്പം ഇന്ന് നമുക്ക് ഇവിടെ കിടന്നിട്ട് നാളെ രാവിലെ പോകാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.